ബി ഹോട്ടൽ ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു നോർമൽ ആയിപ്പോയി അല്ലേ? പക്ഷെ നമ്മുടെ സീസൺ 5 കണ്ട പോലെയോ ഒരു അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ചാലഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അവരെ എന്താണ് ഒരു സീസൺ 5 ചാലഞ്ചേഴ്സ് എന്ത് റൂഡായിരുന്നു അല്ലേ? പക്ഷെ ഇതില് എന്താണ് കുറച്ച് തമാശയും ആയിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് ചലഞ്ചർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഗസ്റ്റുകളുടെ ഒരു ഇത് പോരാ, എനിക്കൊരു തോന്നിയില്ല. ഗസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല്, ശരിക്കും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് ഗസ്റ്റുകൾ പ്രൊവോക്ക് ചെയ്യണം. എന്നുവെച്ചാല് അവര് കഷ്ടപ്പെടുത്തണം. അതിൽ ശോഭ ചെയ്തു. ശോഭ ഷോയിങ് ഓഫ് ആയിരുന്നു കുറച്ച്. എനിക്ക് കണ്ട് കുറച്ചൊക്കെ ഷോയിങ് ഓഫ് ആയിരുന്നു. കാരണം ലക്ഷ്മിനെ ടാർഗറ്റ് ചെയ്താണ് ശോഭ വന്നത് ഇന്ന് അല്ലേ? ശോഭയുടെ മെയിൻ എയിം എന്ന് വെച്ചാൽ ലക്ഷ്മിയെ എന്താണ് തകർക്കുക, അല്ലെങ്കിൽ ലക്ഷ്മിയെ പ്രൊവോക്ക് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോട് വന്നതായിട്ട് എനിക്ക് തോന്നി. അത് നമ്മൾ ഓരോ പ്രാവശ്യം നോക്കുമ്പോഴും ശോഭയുടെ ഇത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. കാരണം ലക്ഷ്മിയോട് ഒരു പ്രാവശ്യം കുളിക്കാൻ പറഞ്ഞു, കുളിച്ചു. 2-3 പ്രാവശ്യം പറയാണ് നിങ്ങൾ കുളിച്ചോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കുളിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ആ പുള്ളിക്കാരിയുടെ കഥാപാത്രം അങ്ങനെ കിട്ടിയതാണോ വെച്ചാൽ അതെനിക്കറിയത്തില്ല. ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ അനീഷിന്റെ ഒരു സമരം പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, അനീഷിന് മറ്റേ സ്റ്റാർ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട്, ലക്ഷ്മി സ്റ്റാർ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ പ്രതിഷേധമൊക്കെ ആയിരുന്നു. പക്ഷേ ഷിയാസൊക്കെ വന്നിട്ട് അത് സോർട്ട് ഔട്ട് ചെയ്യുന്നുണ്ട്. സോർട്ട് ഔട്ട് എന്ന് വെച്ചാല് ഭക്ഷണം കഴിക്കാതിരുന്നതാണ് നമ്മുടെ അനീഷ്. എന്നിട്ടും ഷിയാസ് പുറകെ നടന്ന് ഭക്ഷണം കൊടുത്തു. എങ്ങനെ ഉണ്ടായിരുന്ന എപ്പിസോഡ്? എനിക്ക് നോർമൽ ഹോട്ടൽ ടാസ്ക് പോലെയായിട്ട് തോന്നി. സീസൺ 5 കണ്ട പോലെ, സീസൺ 6 കണ്ട പോലെ ഒന്നും അല്ല. എനിക്ക് 7 അത്ര ജയിച്ചില്ല. കാരണം 7ലെ ഹോട്ടൽ ടാസ്ക് പോരാന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്ക് വൈകിപ്പിക്കുന്നില്ല, നേരെ റിവ്യൂയിലേക്ക് പോകാം. അപ്പോൾ എന്റെ പേര് ഷെഹിർ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ എടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ ബി ഹോട്ടൽ ടാസ്ക് തുടങ്ങുകയാണ്. നമ്മുടെ അനീഷാണ് ഇത് വായിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോരോ പദവി കൊടുക്കുന്നുണ്ട്. പക്ഷെ പദവിയല്ല, ക്യാരക്ടർ കൊടുക്കുന്നുണ്ട്. അതിൽ ആദിലക്ക് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഹോട്ടൽ ഉടമയുടെ മകളാണ്. ആദില ഹോട്ടൽ ഉടമയുടെ മകളാണ്. സ്വന്തം അച്ഛന്റെ ക്യാഷ് ദൂർത്തടിച്ച് ജീവിക്കുന്ന ഒരാളാണ് ആദില. ആര്യന് കൊടുത്തിരിക്കുന്നത് വെച്ചാൽ ആദിലയുടെ സുഹൃത്ത്. പക്ഷെ ഞാനിത് ഓരോ കാര്യം പറയുമ്പോൾ, ഓരോ വർക്ക് പറയുമ്പോൾ അവർ അതിനുള്ള ചെയ്ത എന്താന്ന് ഞാൻ പറയാം. ഈ ആദിലയുടെ സുഹൃത്താണ്. ഓക്കെ, ആര്യന്റെ സുഹൃത്താണ്. എന്നിട്ട് ആദിലയുടെ ക്യാഷ് തട്ടിക്കൊണ്ട് പോകാൻ ആദിലയുടെ ക്യാഷ് ഇല്ലേ, ആദില ഒന്നാമത് ദൂർത്തടിച്ചാണ് ഉണ്ടാക്കുന്നത്. ആദിലയുടെ ക്യാഷ് ഇതാക്കുന്ന ഒരാളാണ്, തട്ടിയെടുക്കുന്ന ആളാണ് ഇതില്. പക്ഷെ ആദിലയുടെ സുഹൃത്തുമാണ്. അപ്പൊ പിന്നെ ഒരു ഗിറ്റാറിസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് രാത്രി ഒരു ഗിറ്റാർ കൊടുത്തിട്ടുണ്ടാവും. കാരണം പ്രോപ്പർട്ടി കൊടുക്കാതെ അത് പറയില്ല അല്ലേ? പക്ഷെ അതുപോലും കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, അതുപോലെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. രാത്രി സമയങ്ങളിൽ ഗിറ്റാർ വായിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു. അതൊന്നും ചെയ്യണത് ഞാൻ കണ്ടിട്ടില്ല. ലൈവിൽ നടന്നു പറയുന്ന എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. പിന്നെ ലക്ഷ്മിക്ക് കൊടുത്തിരിക്കുന്നത് ജനറൽ മാനേജർ എന്ന് പറയുന്ന പദവിയാണ് കൊടുത്തിരിക്കുന്നത്. ഹോട്ടൽ ഉടമയുടെ വിശ്വസ്ത, അതുപോലെ തന്നെ കർക്കശകാരിയായ ഒരാളാണ്. പിന്നെ എല്ലാം അവിടുത്തെ വർക്കേഴ്സിന്റെ ഒരു പേടി സ്വപ്നമാണ് ജനറൽ മാനേജറായ ലക്ഷ്മി. പക്ഷേ ലക്ഷ്മിയുടെ സ്വഭാവം വെച്ചിട്ട് ഒരു മനുഷ്യനും പേടിക്കുന്നില്ല, അതാണ് സത്യം. കാരണം കർക്കശകാരി എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കണം. ഞാൻ ലക്ഷ്മിയിൽ അതൊന്നും കണ്ടില്ല ഇന്നത്തെ എപ്പിസോഡിൽ. പിന്നെ അനു മാനേജറാണ്. മാനേജർ കരഞ്ഞ് ഇമോഷണൽ ആവുന്ന മാനേജർ. എന്താണെന്നറിയില്ല. ആരും വെറുതെ ഒരു ടാസ്ക് ഞാൻ പറയട്ടെ, ഇന്ന് മര്യാദക്ക് ചെയ്തത് കിച്ചൺ അല്ല, ഹൗസ് കീപ്പിംഗ് ആൾക്കാര് മര്യാദക്ക് ചെയ്തു. പിന്നെ ബാത്റൂം ക്ലീനിങ് ചെയ്യുന്ന ആൾക്കാർ, അവര് രണ്ടുപേരും മാത്രമാണ് നല്ല രീതിയിൽ ടാസ്ക് ചെയ്തു എന്നുള്ള ടാസ്ക് ആണ് എന്ന് മനസ്സിലാക്കി ചെയ്തു. ബാക്കി ആൾക്കാരൊന്നും വേണമെങ്കിൽ ചെയ്താൽ മതി എന്നുള്ള രീതിയിലാട്ടെ എനിക്ക് തോന്നിയത്. കാരണം ഒരാളും ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. ഈ ടാസ്ക് ചെയ്യണം, നമുക്ക് വിജയിക്കണമെന്നൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ലായിട്ട് തോന്നി. അക്ബറും റെന ഫാത്തിമയും അസിസ്റ്റന്റ് മാനേജറാണ്. എന്ന് വെച്ചാല് മാനേജറിന്റെ അസിസ്റ്റന്റ്. പിന്നെ നെവിൻ എന്ന് പറയുന്ന മെഡിക്കൽ ഓഫീസറാണ്. എന്ന് വെച്ചാല് ഇപ്പൊ ഗസ്റ്റുകൾക്ക് എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ് ഒക്കെ വരികയാണെങ്കിൽ സഹായിക്കുന്ന ഒരാള്. ബിന്നി ഹെഡ് ഷെഫാണ്.
ചൈനയിലൊക്കെ പോയിട്ട് ഷെഫായിട്ട് അവിടെ 3 റെസ്റ്റോറൻ്റ് ഒക്കെ നടത്തുന്ന ഒരാളാണ്. പിന്നെ ബിന്നിക്കൊരു സിഗ്നേച്ചർ സാധനമുണ്ട് എന്ന് വെച്ചാൽ ഒരു സാൻഡ്വിച്ച് ആണ്. പക്ഷെ ബിന്നി ഷെഫാണെങ്കിലും അവിടുത്തെ ഒരു ജോലി ചെയ്തില്ല, അവരുടെ അസിസ്റ്റന്റിനെ കൊണ്ട് മാത്രമാണ് ഇവർ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അത് ഞാൻ ലൈവിൽ കാണിച്ചിട്ടുണ്ട്. ചിലപ്പോൾ എപ്പിസോഡിൽ കാണാത്തിരിക്കും, എപ്പിസോഡിൽ ഒന്നും കാണിക്കുന്നില്ല. ബിന്നി പറയുന്നത് വെച്ചാൽ ബിന്നി ചെയ്യിപ്പിക്കുന്നതൊന്നും ഞാൻ കണ്ടില്ല. ഒനിയിലും ജിഷിനും അവരാണ് അസിസ്റ്റന്റ് ഷെഫ് എന്ന് വെച്ചാൽ ബിന്നിയുടെ അസിസ്റ്റന്റ് ഷെഫുകൾ. പിന്നെ ജിസയില് സെക്യൂരിറ്റി ആണ്. ചെറുപ്പത്തിൽ തന്നെ റഷ്യയിലൊക്കെ പോയിട്ട് അവിടുത്തെ ഇതൊക്കെ പഠിച്ചിട്ടുള്ള സെക്യൂരിറ്റി ആണ്. സെക്യൂരിറ്റിക്ക് എനിക്ക് ഭയങ്കര കോംപ്ലിക്കേഷൻസ്. ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നോക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ ഗസ്റ്റുകൾ വരുമ്പോൾ അവരെ ശ്വാസം മുട്ടിപ്പിക്കരുത്. കാരണം ഇത് ആൾക്കാർ മൊത്തം ഗസ്റ്റുകൾ ഇങ്ങനെ വന്ന് ഗസ്റ്റുകൾ വരുന്ന നേരത്തെ എല്ലാവരും വന്നിട്ട് ഗസ്റ്റുകളെ ചുറ്റിനും നിൽക്കും. ഇതൊന്ന് ജിസയിൽ നോക്കി, ജിസയിൽ ഒന്നും മാറ്റി നിർത്താനൊന്നും ഞാൻ കണ്ടില്ല എപ്പിസോഡിൽ. അപ്പൊ അതൊന്നും ചെയ്യാത്ത പോലെ എനിക്ക് തോന്നി. ഷാനവാസും അനീഷും റൂം സർവീസും പിന്നെ ഹൗസ് കീപ്പിങ്ങും ഇതാണ് ചെയ്യുന്നത്, ഷാനവാസും അനീഷും. പിന്നെ സാബുമാന്റെ കാര്യമാണ് കഷ്ടം. കാരണം ഒരു സ്റ്റാച്യു ആണ്, പ്രതിമയാണ്. നമ്മള് പുറം രാജ്യത്തൊക്കെയാണ് ഇങ്ങനത്തെ സാധനം ഞാൻ കണ്ടേക്കുന്നത്. ഒരു പോണ്ടില് ആഗ്രഹം പറഞ്ഞ കോയിൻ ഇടുക എന്നൊക്കെ ഞാൻ പുറം രാജ്യത്താണ് ഇതൊക്കെ കണ്ടിട്ടുള്ളത്, നമ്മൾ ടി വിയിലൊക്കെ കാണുന്നതാണ്. അപ്പോൾ ഇതത് കൊടുത്തപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പക്ഷെ സാബുമാന്റെ സംഭവം ഭയങ്കര ബാക്കിയുള്ള ആൾക്കാരെക്കാളും കഷ്ടപ്പാടാണ്. കാരണം ഇങ്ങനെ നിൽക്കണ്ടേ, അത് സാബുമാൻ നിൽക്കാൻ വേണം. അതുപോലെ തന്നെ 5 മിനിറ്റ് മാത്രമേ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അതിനുള്ളിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞില്ലെങ്കിൽ പണി കിട്ടും സാബുമാന്. എന്നുവെച്ചാൽ ആ ഒരു മാജിക്കൽ പവർ നഷ്ടമാകും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നൂറയും അഭിലാഷും ടോയ്ലറ്റ് ക്ലീനിങ്ങിലാണ്. പിന്നെ ഇത്രയും പദവിയെല്ലാം കൊടുത്തതിന് ശേഷം ക്യാപ്റ്റൻസി ടാസ്ക് ആണ് ഇവർക്ക് വരുന്നത്. ക്യാപ്റ്റൻസി ടാസ്കിൽ ലക്ഷ്മി, ആദില, ആര്യ ഈ 3 പേരിൽ ആരാണ് മികച്ചതായിട്ട് തോന്നിയത് ആ ഒരാൾ ഡയറക്റ്റ്ലി ക്യാപ്റ്റൻസി നോമിനേഷനിൽ വരും. ഇതാണ് പദവിയും അതുപോലെ അവരുടെ ക്യാരക്ടറും ഇതൊക്കെ ഇതാണുള്ളത്. ഇനി എപ്പിസോഡ് സംഭവങ്ങളിലേക്ക് പോവാം. എല്ലാവർക്കും റോളെല്ലാം കിട്ടുന്നു, അതിഥികളെല്ലാം വരുന്നു. ശോഭയും ഷിയാസ്കരിയും വരുന്നുണ്ട്. ശോഭ വന്ന ഉടനെ തന്നെ ലക്ഷ്മിയെ ചൊറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം ശോഭ വന്നതിന് ശേഷം ശോഭ ആണെങ്കിൽ ഭയങ്കര ഷോയിങ് ഓഫ് ആയിട്ട് ഭയങ്കര ഷോകളായിട്ടൊക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ലക്ഷ്മിയെ കാണുമ്പോൾ നിങ്ങൾ കുളിച്ചിട്ട് വാ എനിക്ക് എന്തോ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ ശോഭ പറയുന്നുണ്ട്. 1, 2 നമ്മൾ സഹിക്കാം, പക്ഷെ ഇത് കണ്ടിന്യൂ ആയിപ്പോയി. ശോഭയുടെ ഇത് ഓവറായിപ്പോയി. കഴിഞ്ഞ വർഷമല്ല, റോബിൻ ഇതായിട്ട് വന്നല്ലോ, അപ്പൊ മസാജ് ചെയ്യിപ്പിച്ചത് ഓവറായില്ല. അതേപോലെ ആയിട്ട് എനിക്ക് തോന്നി ഈ ഒരു ശോഭയുടെ കേസ്. അപ്പം ലക്ഷ്മിക്ക് പ്രാന്ത് കയറുന്നുണ്ട്. ആദ്യമൊക്കെ പറയുമ്പോൾ സഹിക്കുന്നുണ്ട്, പക്ഷെ 2-3 പ്രാവശ്യമൊക്കെ പറയുമ്പോൾ പ്രാന്ത് കയറി ലക്ഷ്മിക്ക് ഇതാവുന്നുണ്ട്, പൊട്ടുന്നുണ്ട്. ആര്യൻ ശോഭ പറയുന്നുണ്ട്, ലൈവിലാണത്. ശോഭ പറയാണ് ആര്യനോട് സാരിത്തുമ്പ് പിടിച്ച് നടക്കാൻ പറയുന്നുണ്ട്. ആര്യനാണെങ്കിൽ ശോഭയുടെ സാരിത്തുമ്പ് പിടിച്ച് നടക്കുന്നുണ്ട്. ലക്ഷ്മിക്ക് പണി കൊടുത്തോണ്ടിരിക്കുകയാണ് ശോഭ. എന്നുവെച്ചാല് ശോഭയായിട്ട് പ്രൊവോക്കിങ്ങിന്റെ അങ്ങേയറ്റമാണ് ഇന്ന് ശോഭ ലക്ഷ്മിക്ക് കൊടുത്തത്. മറ്റേ ശോഭ ഈ കേസ് എടുത്തിട്ടു, വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലേ എന്ന് പറഞ്ഞൊരു കേസ് സംഭവം ഉണ്ടായിരുന്നു. അത് എടുത്തിലിട്ടു. അപ്പോൾ ആദിലക്ക് ഇഷ്ടമാണെന്ന് അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തു. നൂറെ പ്രപ്പോസ് ചെയ്യുന്ന രീതിയിൽ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തു ശോഭ. അപ്പോൾ അതില് നൂറയോട് പറയാണ് എന്നെ വീട്ടിൽ കയറ്റോ, ഞാൻ അതിൽ വീട്ടിൽ കയറ്റും എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ശോഭ പറയാണ് ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റും, എൻ്റെ വീട്ടിലാണെങ്കിൽ പട്ടികളും പൂച്ചകളും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതില് പറയുന്നുണ്ട് പട്ടികളെക്കാളും മനുഷ്യരെക്കാളും ഭേദം പട്ടികളും മൃഗങ്ങളൊക്കെ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ലക്ഷ്മിയെ പ്രൊവോക്ക് ചെയ്യാണ് ശോഭയും നൂറയും. പക്ഷെ അതില് ശോഭ ഓവറായിപ്പോയി. കാരണം ഇപ്പൊ ഓക്കെ അതൊരു പ്രശ്നം കഴിഞ്ഞു, പക്ഷെ ചൊറിയാവാം, ഇത് ഭയങ്കര ഓവറായിപ്പോയി. എനിക്ക് കണ്ടപ്പോ തന്നെ ഇവിടെ ഇരുന്ന് കണ്ടാൽ എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടില്ല. ഇനി ബാക്കിയുള്ളവരുടെ പ്രേക്ഷകരുടെ എന്താണെന്ന് അറിയത്തില്ല, എനിക്കിഷ്ടപ്പെട്ടില്ല. ലക്ഷ്മിക്ക് ഓവറായിട്ട് പ്രൊവോക്കിങ് ആവാം, ഒരു ലിമിറ്റ് ഉണ്ട്. ഇതിപ്പോ ലിമിറ്റ് കടന്നുപോയി.
എനിക്ക് അങ്ങനെയാണ് പറയാനുള്ളത്. പിന്നെ ഷിയാസ് നമ്മുടെ അനുമോളുടെ പാവ എടുത്തെറിഞ്ഞു. അനുമോളുടെ പാവ എന്താണ് അനുമോളോട് ചോദിക്കുന്നത് പ്ലാച്ചി എവിടെ നിന്റെ പ്ലാച്ചി എവിടെ എന്ന് പറഞ്ഞിട്ട് പ്ലാച്ചി പാവ എടുത്തിട്ട് ബിഗ് ബോസിന്റെ ഹൗസിൽ നിന്ന് എറിഞ്ഞു കളയാണ്. ആ പാവ പോകുന്നു. അനുമോള് പൊട്ടിക്കരയുന്നു. ഈ അനുമോള് കരയുന്നതിന് പകരം അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തിരുന്നെങ്കിൽ, ഒരു വഴക്കാണ് അവിടെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ അനുമോള് കയറി വന്നേനെ. കാരണം അനുമോളിന് കണ്ടന്റ് ഇല്ല. ഇപ്പോൾ ഈ രണ്ടാമത്തെ ആഴ്ചയാണ് കണ്ടന്റ് ഇല്ലാതെ പോകുന്നത്. ഭയങ്കര വീക്കായി തുടങ്ങിയിരിക്കുകയാണ് അനുമോളിൽ കപ്പടിക്കേണ്ട ഒരാളായിരുന്നു. പക്ഷെ ഇപ്പോൾ പോകും എന്നുള്ളൊരു മൈൻഡ് വരുന്നു അനുമോളുടെ കേസിൽ. അറിയില്ല, അനുമോളാണെങ്കിൽ അവിടെ കരഞ്ഞ് മെഴുകുന്നുണ്ട്, എൻ്റെ ഭാവ പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പിന്നെ ബിഗ് ബോസ് പറഞ്ഞു കൊടുത്തതാണോ ഷിയാസിനോട് ആ പാവ എടുത്ത് വലിച്ചെറിയണമെന്ന്. കാരണം വെറുതെ ഇരുന്നിട്ട് ഷിയാസ് കരീം അത് എടുത്ത് വലിച്ചെറിയേണ്ട കാര്യമുണ്ടോ? കാരണം ഷിയാസ് കരീമിന് അറിയാം അനുമോളിന് സങ്കടമാകും. അനുമോളെ അത്ര അറിയാവുന്ന ഒരാളാണ് ഷിയാസ്. സ്റ്റാർ മാജിക്കിലൂടെയൊക്കെ അറിയാലോ. അപ്പോൾ അത്ര അറിയുന്ന ഒരാളാണ് നമ്മുടെ ഷിയാസ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് തോന്നുന്നുണ്ട്. ബിഗ് ബോസ് പറഞ്ഞിട്ട് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഒന്ന് അനുമോൾക്ക് ചിലപ്പോൾ ഒരു ക്ലൂ പോലെ കൊടുത്തായിരിക്കും, ഒന്ന് ഗെയിം കളിക്ക് എന്നുള്ള രീതിയിൽ അനുമോൾക്ക് ക്ലൂ കൊടുത്തായിരിക്കും. കാരണം നമ്മുടെ ഷിയാസ് പറയുന്നുണ്ട് എന്താണ് അത് ഇപ്പൊ തന്നെ നിർത്തിക്കോളും, അത് ശരിയായിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി ബിഗ് ബോസ് ടീമാര് പറഞ്ഞു വിട്ടതായിരിക്കും എന്താണ് ആ പാവെടുത്താൻ കളഞ്ഞേക്കെന്നുള്ള രീതിയിൽ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ എന്താണ് സ്റ്റാർ കൊടുക്കുന്ന ടൈമാണ്. എല്ലാവർക്കും സ്റ്റാർ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം എല്ലാവർക്കും അഭിലാഷിനും നൂറക്കും ഒനീലിനും ജിഷിനും ഇതൊക്കെ നല്ല രീതിയിൽ സ്റ്റാറൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഇതെല്ലാം പോയി കഴിഞ്ഞിട്ട് ബെഡിലേക്ക് പോവുകയാണ്, ബെഡ്റൂമിലേക്ക് പോവുകയാണ് ശോഭക്കാണെങ്കിൽ കുതിച്ചു പോകണ ഇത് വേണമെന്ന് ബെഡ് പറഞ്ഞിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ GM ഇല്ലേ, നമ്മുടെ ലക്ഷ്മി ജനറൽ മാനേജറിനോട് എന്താണ് നിങ്ങൾ ബെഡൊന്നും ഇല്ലാത്ത, ഇവിടുത്തെ കൂറ ബെഡുകളൊക്കെയാണ് എനിക്ക് തരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ശോഭ പറയുന്നുണ്ട്. വലിയ ഇതൊന്നുമില്ല. പിന്നെ ശോഭ എന്താണ് അനീഷിന്റെ ഒരു റാമ്പ് വാക്കും ചെയ്യിപ്പിക്കുന്നുണ്ട്. അതൊക്കെ കുറച്ച് എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നി. കാരണം നമുക്ക് കണ്ടിരിക്കുമ്പോൾ ഒരു രസമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഈ സമയത്ത് നെവിൻ ഫുഡ് കഴിക്കുന്നപ്പോൾ നമ്മുടെ ലക്ഷ്മി പറയുന്നു ഫുഡ് കഴിക്കാനുള്ള ടൈമല്ല, നിങ്ങളിപ്പോൾ കൊണ്ടുപോയി വെക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഗസ്റ്റ് നെവിനാണെങ്കിൽ ഒളിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഫുഡും കൊടുക്കുന്നു. പിന്നെന്താണെന്ന് വെച്ചാൽ ആദിലൊക്കെ ഒരു പവർ കിട്ടുന്നുണ്ട്. അതിനു മുൻപ് ഈ രണ്ടാമതും ഇവർക്ക് സ്റ്റാർ കൊടുക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അതില് ഈ അക്ബർ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ഒരു ടീമിന്, നമ്മുടെ കിച്ചൺ ടീമിന് 2 സ്റ്റാർ വെച്ച് കൊടുത്തു. ഇത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അക്ബറിനും ഇഷ്ടപ്പെട്ടില്ല, അനീഷിനും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അനീഷ് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് അവർക്ക് 2 സ്റ്റാർ കൊടുത്ത് നമുക്ക് 1 സ്റ്റാറിൽ ഒതുക്കി കളഞ്ഞത് എന്താണെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ആ ഒരു കേസ് ഉണ്ടായി. ആ സമയം നടക്കുമ്പോഴാണ് ആദിലൊക്കെ ഒരു പവർ കിട്ടുന്നത്. ആദിലൊക്കെ ആദ്യം മുതൽ ഒരു പവർ വരും, 1 മണിക്കൂർ മുന്നേ അയച്ചിട്ടുണ്ട്, ആ പവർ വരുമെന്നാണ് പറഞ്ഞത്. ആ പവറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ വീട്ടില് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു ഒരു കാര്യമോ ചില ആൾക്കാരുടെ ബിഹേവിയറോ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് അത് അവരുടെ ആ ഒരു അഭിപ്രായത്തെ തന്നെ മാറ്റിക്കളയാം എന്നുള്ള രീതിയിലുള്ള സംഭവമാണ് അതിൽ ലക്ഷ്മി പറയുന്നത്. അത് സംഭവം ഞാൻ പറഞ്ഞു, എനിക്കത് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആദില പറയുന്നുണ്ട്, ലക്ഷ്മി പ്ലസിൽ നടന്ന കാര്യമാണിത്. ലക്ഷ്മി പറയുന്നുണ്ട് ഇത് നിങ്ങളുടെ അച്ഛന്റെ പ്രോപ്പർട്ടി ആയിരിക്കും, പക്ഷെ നിനക്ക് അത് ഒരിക്കലും അതിന് അവകാശപ്പെട്ടതല്ല, നീ അത് എടുക്കരുത് എന്നാ ലക്ഷ്മി പറയുന്നുണ്ട്. ആ ഒരു ഗെയിമിന്റെ വയസ്സ് ഫാമിലി ആയിട്ട് റിയൽ പറഞ്ഞതല്ല, ലക്ഷ്മി പറഞ്ഞ വേറെ ഒന്നും ആദില അവിടെ ഉള്ളൊരു ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആര്യൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആദില ലക്ഷ്മി പറഞ്ഞു ഇതൊന്നും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ആദില പറഞ്ഞു അത് എൻ്റെ ഇതല്ലോ, ഞാനല്ലോ ഓണർ, നിങ്ങൾ എങ്ങനെ ഓണർ, നിന്റെ അച്ഛനാണ് ഓണർ, നിങ്ങൾ മകൾ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്കൊരു അവകാശമില്ല എന്ന് പറഞ്ഞു. ഈ കാര്യം ആദില യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ പറയുന്നത് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, കാരണം എനിക്കും ആ അധികാരം വേണം, അല്ലാതെ മകളാണെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്താനൊന്നും പറ്റില്ല, എനിക്ക് ആ അധികാരം വേണം, അച്ഛൻ്റെ എന്ത് അധികാരമുള്ള അതേ അധികാരം തന്നെ എനിക്ക് വേണമെന്ന് പറയുന്നു. ബിഗ് ബോസ് അത് നടപ്പാക്കി കൊടുക്കാം എന്ന് പറയുന്നു. അപ്പം നാളെ മുതൽ ആദില എന്താണ് ലക്ഷ്മിക്ക് പണി കൊടുക്കാനുള്ള തീരുമാനത്തിലാണ് എനിക്ക് കണ്ടു തോന്നിയത്. വീട്ടുകാരെല്ലാവരും അത് അംഗീകരിക്കുന്നുണ്ട്, കൈയടിച്ച് പാസ്സാക്കുന്നുണ്ട്. പിന്നെ
എന്താണ് ഇവര് ഫുഡൊക്കെ കഴിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവർക്ക് കിച്ചണിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, ഉപ്പ് കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് ശോഭ പ്രശ്നമാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ശോഭ ഈ അനീഷ് പ്രശ്നം ഉണ്ടാക്കുകയാണ് ജനറൽ മാനേജറിന്റെ അടുത്ത് പോയിട്ട്. ഒരു സമരം പോലെ, നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, നമുക്ക് ഒരു സ്റ്റാർ തന്നു അവർക്ക് 2 സ്റ്റാർ, അത് തെറ്റായിട്ടിരിക്കും, അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അനീഷ്. അങ്ങനെ അനീഷ് പറഞ്ഞു ഇതിന്റെ ഒരു തീർപ്പ് വരുത്താതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് ജനറൽ മാനേജറിന് മുന്നിൽ ഇങ്ങനെ കുത്തിങ്ങനെ ഇരിക്കുന്നുണ്ട്. കുറേ ടൈം അങ്ങനെ ഇരുന്ന് അവസാനം ശോഭ ഫുഡും കൊണ്ടൊക്കെ പോകുന്നുണ്ട്. പോകുന്നുണ്ട്. അനീഷാണെങ്കിൽ മൈൻഡ് ചെയ്യുന്നില്ല. അനീഷ് ഫുഡ് കഴിക്കുന്നില്ല, അവിടെ തന്നെ കടന്ന് ഉറങ്ങാനൊക്കെയാണ്. പിന്നെ ഷിയാസ് കുറേ നിർബന്ധിച്ചതിന് ശേഷം ഒടുവിൽ അനീഷ് ഫുഡ് കഴിക്കുന്നു. പിന്നെ ഇവർക്ക് ആക്ടിവിറ്റി ഏരിയയിലാണ് കിടന്നുറങ്ങാനുള്ളത്. അപ്പോൾ ഈ ഷിയാസിനോട് ഇവർ ഗുഡ് നൈറ്റ് പറഞ്ഞു, ശോഭയോട് പറഞ്ഞില്ല. അപ്പോൾ അതൊന്ന് പോയി സംസാരിക്കാനായിട്ട് പോയി. ആക്ടിവിറ്റി ഏരിയ ആയതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു എന്താണ് നിങ്ങൾ പുറത്തു പോയി സംസാരിക്കുന്നു പറഞ്ഞിട്ട് അനീഷും ശോഭയും പുറത്തുനിന്ന് സംസാരിക്കുന്നു. ശോഭയ്ക്ക് അത് ഫീലായി, കാരണം ശോഭയോട് ഗുഡ് നൈറ്റ് പറഞ്ഞില്ല എന്നുള്ളൊരു ഫീലായി. കാരണം ശോഭ പറയാണ് ഞാൻ നിങ്ങൾക്കൊരു റെസ്പെക്ട് തന്നിരുന്നു, പക്ഷെ ആ ഒരു ടൈം ആയപ്പോഴത്തേക്ക് എനിക്ക് നിങ്ങളോടുള്ള ബഹുമാനം അത് പോയി എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ശോഭ അത് പറഞ്ഞ് അവർ രണ്ടും തമ്മിൽ സോർട്ട് ഔട്ട് ചെയ്യുന്നുണ്ട്. എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇതാണ് എപ്പിസോഡ് നടന്നത്. എനിക്ക് എപ്പിസോഡ് കണ്ടിട്ട് ഒരു നോർമൽ എപ്പിസോഡ്, എനിക്ക് ഒരു ഹോട്ടൽ ടാസ്കിന്റെ ഒരു ഗുമ്മൊന്നും എനിക്ക് വന്നില്ല. ഒരു നോർമൽ ആയിട്ട് പോയി. ഇന്ന് നാളെ റിയാസ് വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കത്തിക്കലൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു പ്രൊവോക്കിങ്, നല്ല രീതിയിൽ പ്രൊവോക്ഡ് ആക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ശോഭയും ഷിയാസ്കരിയും എനിക്ക് പോരാന്നായിരുന്നു തോന്നിയത്. ശോഭയാണ്. പിന്നെ ലക്ഷ്മിയെ മാത്രമാണ് പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ലക്ഷ്മിക്ക് മാത്രം. ശോഭ വേറെ ആരും പ്രൊവോക്ക് ചെയ്തില്ല. ശരിക്കും പറഞ്ഞാൽ പ്രൊവോക്ക് ചെയ്യുമ്പോൾ പിന്നെ ഇവര് ഹോട്ടൽ ടാസ്ക് എന്നുള്ള രീതിയിൽ നിൽക്കുന്നില്ല. അയ്യോ ടാസ്ക് ചെയ്യണമല്ലോ എന്നുള്ള രീതിക്കാണ് ഇവർ ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ കണ്ടിട്ട് തോന്നിയത്. ഹോട്ടൽ ടാസ്ക് ആകുമ്പോൾ അതിൻ്റെതായ ഒരു ഡെക്കോറും ഉണ്ട്. ആ ഡെക്കോറും കീപ്പ് ചെയ്തിട്ടില്ല ഇവരാരും. ഞാൻ പറയാം, കിച്ചൺ ആൾക്കാരും ടോയ്ലറ്റ് ക്ലീനിങ് ആൾക്കാരും ഹൗസ് കീപ്പിംഗ് ഇവർ മാത്രമാണ് മര്യാദക്ക് ഇപ്പോൾ ആൾക്കാർ വരുമ്പോൾ ഒന്നും മാറി നിൽക്കുന്നത്. ഞാൻ പറയട്ടെ, ഈ ടോയ്ലറ്റ് ക്ലീനിങ് ആൾക്കാരൊന്നും ആരും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ശോഭയുടെ ഫുഡ് ഉപ്പ് കൂടി, ഷെഫുകളെ ഒന്നടക്കം കൂടിയൊന്നും വരത്തില്ല ഈ ഒരു കാര്യം സംസാരിക്കാനായിട്ട്. ഒരു ഹെഡ് ഷെഫ് മാത്രം വരത്തുള്ളൂ, പിന്നെ അത് ഉണ്ടാക്കിയ ആളും വേണമെങ്കിൽ ഇത്ര വരത്തുള്ളൂ. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് ചുറ്റി ഇവര് ഒരുമാതിരി വേറെ ഏതോ ലോകത്തുനിന്ന് ചുറ്റിന് വന്ന് ഇവര് നിൽക്കുന്നു, അവരെ ശ്വാസം മുട്ടിക്കുന്നു. ഇതെല്ലാം ഹോട്ടൽ ടാസ്ക്. ഹോട്ടലായിട്ട് തന്നെ നോക്കണം നിങ്ങൾ. അറിയില്ല നാളെ എങ്ങനെയാണ്. നാളെ റിയാസ് വരുമ്പോൾ എനിക്ക് തോന്നുന്നു, എനിക്കൊരു പ്രതീക്ഷയുണ്ട് നാളെ റിയാസ് വരുമ്പോൾ വീട് കത്തിക്കുമെന്ന്. അപ്പൊ അത്രേ ഉള്ളൂ. കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു എപ്പിസോഡ്? നോർമൽ എപ്പിസോഡാണ്. നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും ബൈ.